ഉഷേ, ഉഷേ, നീ കോളേജിൽ റിസൈൻ ചെയ്തു? ആരോട് ചോദിച്ചിട്ട്? പറ, ആരോട് ചോദിച്ചിട്ടെന്ന്? ചോദിച്ചാൽ സമ്മതിക്കില്ലെന്നറിയാം, അതുകൊണ്ട് ഞാൻ തന്നെ. എന്താ നീ കാണിച്ച എത്തിക്കാരി? ലക്ഷങ്ങൾ കൊടുത്താലാ ജോലി കിട്ടുമോ? രാജിവെക്കാതെ ഇനിയും ജോലിക്ക് പോയാൽ സ്റ്റുഡൻസിന്റെ റെസ്പെക്ട് കിട്ടുമോ? അവിടെ എനിക്ക് തല ഉയർത്തി നടക്കാൻ ഒക്കോ? അതുകൂടി ചോദിക്കൂ. കോളേജിലെ കുട്ടികൾക്ക് മുഴുവൻ ഈ സംഭവം അറിയാം. സ്റ്റാഫിൽ പലരുടെയും മുന്നിൽ വെച്ചാണ് പ്രിൻസിപ്പലിന് ഞാൻ പരാതി എഴുതി കൊടുത്തത്. അതിനെതിരായി നിങ്ങൾ എന്നെ കൊണ്ട് പറയിച്ചു, സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിച്ചു. ഞാൻ ഇനി എങ്ങനെ അവരെ ഫേസ് ചെയ്യും? എന്നെ അപമാനിച്ച കുട്ടിയെ ക്ലാസ്സിൽ എത്തിക്കൊണ്ട് എനിക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. പിന്നെ ചുമ്മാ വീട്ടിലിരിക്കണം, അത് നടപ്പില്ല. നിങ്ങൾ അതേ പറയൂ. നാണം കിട്ടി ജോലി ചെയ്താലും നിങ്ങൾക്ക് ശമ്പളം കിട്ടിയാൽ മതി. സോഷ്യൽ മൊറാലിറ്റി വിടാതെ പ്രാക്ടീസ് ചെയ്യുന്ന യോഗ്യന്മാരായ വക്കീലന്മാർ എത്രയോ ഉണ്ട്. നിങ്ങൾക്ക് ആ മാന്യതയില്ല. നിന്റെ മറ്റവനുണ്ടായിരിക്കും മാന്യത, ആ ചെറ്റ പോലീസുകാർ. പോലീസുകാർ കളവും കൊലയും കൊള്ളയും ചെയ്യുന്നവരെ പിടിക്കുന്നവരാണ്. ആ ക്രിമിനൽസിനെ ഡിഫെൻഡ് ചെയ്യുകയല്ലേ നിങ്ങളുടെ ജോലി. അവരുടെ കാശ് വാങ്ങി ജീവിക്കുന്ന നിങ്ങളെ പോലെ ചെറ്റത്തരം പോലീസുകാർക്കില്ല. തോന്നിയാസം പറഞ്ഞ കൊന്നുകളയും തന്നെ ഞാൻ. ഇല്ല, നിങ്ങൾ എന്നെ കൊല്ലില്ല. എന്റെ അച്ഛന്റെ സ്വത്തുക്കൾ മുഴുവൻ തട്ടിയെടുക്കുന്നവരെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുള്ളൂ. പണമാണ് നിങ്ങൾക്ക് വലുത്. ഭാര്യയുടെ കൈ മുറിച്ചാലും കഴുത്തെടുത്താലും കക്ഷികളെ നിങ്ങൾ പിണക്കില്ല. അവളെ ഒരു കോളേജ് സ്റ്റുഡന്റ് റേപ്പ് ചെയ്താലും നിങ്ങൾക്ക് പരാതിയില്ല. പണത്തിന് വേണ്ടി സ്വന്തം ഭാര്യയെ അന്യപുരുഷന്റെ കടപ്പറയിലേക്ക് അയക്കാനും നിങ്ങൾ മടിക്കില്ല. നിന്റെ കൂട്ടുകെട്ട് എനിക്ക് ഇഷ്ടമല്ല. എന്താ എനിക്ക് കുഴപ്പം? ഇതുപോലെ ബൈക്കിൽ കൊണ്ടു നടന്ന അവനെ ഉണ്ണ നമ്പൂതിരെ ചീത്തയാക്കിയത്. പാലക്കാട്ട് പഠിക്കാൻ പോയി, ഒരുമിച്ച് ഹോസ്റ്റലിൽ താമസിച്ചു. ഒടുവിൽ പെട്ടപ്പോൾ കൂട്ടുകാരനെ കുരുതി കൊടുത്തിട്ട് ഇവൻ മാത്രം രക്ഷപ്പെട്ടു. അപ്പന്റെ പണത്തിന്റെ ഊക്കുണ്ട്. ബെന്നിക്ക് ഇപ്പൊ പോളിറ്റിക്സ് ഇല്ല, വിട്ടു. പോളിറ്റിക്സ് അല്ല ഞാൻ പറഞ്ഞു വന്നത്. പ്രായം തികഞ്ഞ പെണ്ണാണ് നീ. വല്ലതും സംഭവിച്ചാൽ ഞാൻ സഹിച്ചോളാം. എടീ, അതിനല്ല നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്, പഠിപ്പിക്കുന്നത്. മേലിൽ ഇങ്ങനെ വല്ലതും കണ്ടാൽ അന്ന് തന്നെ ഞാൻ നാട്ടിലയക്കും. അതാവും ചേച്ചിക്ക് സൗകര്യം എന്നെ ഒഴിവാക്കാൻ. എന്താണ് നീ പറഞ്ഞത്? ഫാദറിക്ക് പുറത്തു പോകാതെ ഫ്രണ്ട്സിനെ ഇങ്ങോട്ട് വരുത്താമല്ലോ ഞാനില്ലെങ്കിൽ. ജ്യോതി,